വൈക്കം തലയാഴം CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകൻ ചെല്ലപ്പൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിവാദം കലക്കുന്നു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത്. ശാരീരിക പ്രശ്നം ഹാൻഡിക്യാപ്പാ. വലിഞ്ഞു കയറി ഇവിടെ ഇങ്ങനെ ഒരാള് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്കറിയില്ല. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല. എന്റെ അച്ഛൻ ആത്മഹത്യ ആ വാഹനം ഓടിക്കും, കൃത്യമായിട്ട് ഓട്ടോ ഓടിക്കും. ആ പെട്ടിവണ്ടിയുടെ താക്കോല് വരെ അവിടെ ഇരിക്കുന്നു ഗുരുകൃപ. ഞാൻ 3 ദിവസമായിട്ട് എന്റെ അച്ഛനെ കാണുന്നുണ്ട്. ഞാൻ പോയി അച്ഛൻ പറയുന്ന ഒരു ശക്തിയുണ്ട്, അറബിക്കടലിൽ പോയി താഴ്ത്തുമെന്ന് പറഞ്ഞു എന്നെ ചതിച്ചവൻ വരാം. അച്ഛനെ എന്തോരം ടോർച്ചർ ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല. ആരാന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇന്നലെ പറഞ്ഞു വിട്ടു. ഞാൻ അത് ദുരിതമുണ്ട്, സത്യമായിട്ടുമുണ്ട്. അല്ല എൻ്റെ അച്ഛൻ എനിക്കറിയില്ല. കുറിപ്പുണ്ടായിരുന്നു. ഞാനാണ് പോലീസിന്റെ ഒപ്പം അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹോർട്ടിക്കൾച്ചറിന്റെ ലെറ്റർ പാഡിൽ 2 പേജുള്ള കുറിപ്പുണ്ടായിരുന്നു. അതെന്താണെന്ന് അവർ കാണിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പേജുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് വായിക്കുകയാണെങ്കിൽ ഇവിടുത്തെ CPI നേതൃത്വം അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരൊക്കെയാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആത്മഹത്യക്ക് പിന്നിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ആളുകൾ ആരാണെന്ന് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. അത് പോലീസുകാർ പുറത്തേക്ക് വിടുന്നില്ല. അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു ദാരുണ മരണത്തിൽ അഗൈതമായ ഒത്തിരി സങ്കടത്തോടെ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എനിക്കൊപ്പം ഈ ഇലക്ഷന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ പരിചയമുള്ള അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയിൽ UDF-ൽ പെട്ടവരെയൊക്കെ വിളിക്കുകയോ ഒക്കെ ചെയ്തതായിട്ട് എനിക്കറിയാം. അപ്പം